ഇറച്ചിവെട്ടുകാരനായ ഭർത്താവ് രാത്രി ജോലിയും കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഭാര്യയെ വീടിനകത്തെങ്ങും കാണാനില്ല. ഭാര്യയെ വിളിച്ചുകൊണ്ട് അയാൾ പുറത്തിറങ്ങിയപ്പോൾ കാണുന്നത് വീടിന് പുറകിലെ അലക്കുകല്ലിൽ കയറി കുത്തിയിരിക്കുന്ന ഭാര്യയാണ്. അടുത്തേക്ക് ചെന്ന അയാൾ അവരുടെ പിറകിൽ കണ്ട കാഴ്ചയിൽ വാ പൊത്തിപ്പോയി. എന്താണ് അയാൾ അവിടെ കണ്ട ആ കാഴ്ച? വളരെയേറെ ട്വിസ്റ്റുകൾ നിറഞ്ഞ ആ സംഭവത്തിലേക്ക് നമുക്കൊന്ന് പോകാം. എൻ്റെ പേര് ഷീജ. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. കന്യാകുമാരിയിലെ കടിയപട്ടണത്താണ് 33 വയസ്സുകാരൻ ജോൺ റിച്ചാർഡും അയാളുടെ ഭാര്യ സജയ സിൽജയും താമസിച്ചിരുന്നത്. ഇവർക്ക് 2 മക്കളാണുള്ളത്. 4 വയസ്സുള്ള ആൺകുഞ്ഞായ ജോഹൻ ഋഷി, പിന്നെ 2 മാസം മാത്രം പ്രായമുള്ള മറ്റൊരു പെൺകുഞ്ഞും. ജോൺ സൗദി അറേബ്യയിലെ മത്സ്യത്തൊഴിലാളിയാണ്. ഭാര്യയും മക്കളും നാട്ടിൽ തനിച്ചൊരു വീട്ടിലാണ്. ആ ഗ്രാമത്തിൽ തന്നെ കുറച്ച് മാറിയിട്ടാണ് ഇവരുടെ ബന്ധുക്കളൊക്കെ താമസിക്കുന്നത്. അങ്ങനെയൊക്കെ കാര്യങ്ങൾ പോകവേ 2022 ജനുവരി 21 ഉച്ചനേരം സിൽജ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന ജോഹനെ ചോറുണ്ണാനായിട്ട് വിളിക്കുകയാണ്. എന്നാൽ വിളിച്ചിട്ടും ജോഹന്റെ ശബ്ദമൊന്നും കേൾക്കാത്തതിനെ തുടർന്ന് സിൽജ മുറ്റത്തേക്കിറങ്ങി നോക്കി. പക്ഷെ അവിടെയൊന്നും ആ കുഞ്ഞിനെ കാണാനില്ല. സിൽജയ്ക്ക് തുടക്കത്തിൽ പേടിയൊന്നും തോന്നിയില്ല. കാരണം ഗ്രാമത്തിലെ എല്ലാവരും അറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ ഏതെങ്കിലും വീട്ടിൽ കയറി കാണും എന്ന് അവൾ കരുതുകയാണ്. ഇനി ഒരു പക്ഷേ ചെറിയ കുട്ടികൾ കളിക്കുന്ന ഗ്രൗണ്ടിൽ ഏതെങ്കിലും കുട്ടികൾക്കൊപ്പം പോയി കാണുമോ എന്ന് കരുതി അവിടെയും സിൽജ ചെന്ന് നോക്കി. സിൽജ അവിടെ എല്ലാം കുഞ്ഞിനെ വിളിച്ച് നടന്നു. ഒരിടത്തും ജോഹനില്ല. അയൽവീടുകളിലൊക്കെ സിൽജ ജോഹനെ കണ്ടോ എന്ന് തിരക്കി നടന്നു. ചിലര് പറഞ്ഞു മുറ്റത്ത് നിൽക്കുന്നത് കണ്ടതാണല്ലോ, പിന്നെ എവിടെ പോയി? ചിലര് കണ്ടതുപോലുമില്ല. ഒരു പക്ഷേ ചെറിയ കുട്ടികൾ കളിക്കുന്ന ഗ്രൗണ്ടിൽ ഏതെങ്കിലും കുട്ടികൾക്കൊപ്പം പോയി കാണുമോ എന്ന് കരുതി അവിടെയും സിൽജ ചെന്ന് നോക്കി. പക്ഷെ അവിടെയും ഇല്ല. സിൽജയുടെ ഭയം പിന്നീട് കൂടി വരികയാണ്. അവൾ പൊട്ടിക്കരയാൻ തുടങ്ങി. ഇത് കണ്ട അയൽവാസികൾ എല്ലാവരും ചേർന്ന് സിൽജയ്ക്കൊപ്പം ജോഹനെ അന്വേഷിക്കാൻ തുടങ്ങി. ഗ്രാമത്തിലെ മറ്റ് ബന്ധുക്കളും ഇതറിഞ്ഞ് വീട്ടിലേക്ക് എത്തി. സമയം പോകെ കടിയപട്ടണത്തുള്ള ആൾക്കാരെല്ലാം കുട്ടിയെ അരിച്ചുപറക്കി അന്വേഷിക്കാൻ തുടങ്ങി. എവിടെയുമില്ല ആ 4 വയസ്സുകാരൻ. കുറച്ച് വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരൊക്കെ ചേർന്നിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഈ കുഞ്ഞിൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് ഈ കുഞ്ഞിനെ കണ്ടവരുണ്ടെങ്കിൽ ബന്ധപ്പെടണം എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യുകയാണ്. പക്ഷേ ഒരു വിവരവും അതിൽ നിന്നും ആർക്കും കിട്ടിയതുമില്ല. ഇതേ സമയം സിൽജയും കുറച്ച് ബന്ധുക്കളും കൂടി അടുത്തുള്ള മണവാളക്കുറിച്ചി പോലീസ് സ്റ്റേഷനിൽ മിസ്സിംഗ് കംപ്ലൈന്റ് കൊടുത്തു. കാണാതെ പോയത് കൊച്ചു കുട്ടിയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആദ്യം പോലീസ് അന്വേഷിച്ചത് കടൽക്കരയിലായിരുന്നു. എന്നാൽ അതൊന്നും ഫലം കണ്ടില്ല. അപ്പോഴേക്കും രാത്രിയായി തുടങ്ങി. പോലീസ് എന്നാലും അന്വേഷണം നിർത്തിയില്ല. അപ്പോൾ പോലീസിന് മുന്നിലെ ഒരു സംശയം ഈ കുട്ടി ഗ്രാമം വിട്ടു പോയി കാണുമോ എന്നതായിരുന്നു. കടിയപട്ടണം എന്നത് ഒരു മുക്കുവ ഗ്രാമമാണ്. അവിടേക്ക് കയറാനും ഇറങ്ങാനും ഒരൊറ്റ മെയിൻ വഴിയേ ഉള്ളൂ. ആ മെയിൻ എൻട്രൻസിന്റെ അടുത്തായിട്ട് ഒരു CCTV ഘടിപ്പിച്ചിരുന്നു. പോലീസ് ആ CCTV പരിശോധിക്കാൻ തുടങ്ങി. അതിൽ നിന്നും ജോഹൻ ആ ഗ്രാമം വിട്ട് പുറത്തേക്ക് പോയിട്ടില്ല എന്ന് പോലീസിന് വ്യക്തമായി. അപ്പോൾ പിന്നെ ജോഹൻ എവിടെയായിരിക്കും? എന്താണ് ആ 4 വയസ്സുകാരന് പറ്റിയത്? ഇതെല്ലാം ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. അപ്പോഴാണ് പോലീസ് ഒരു കാര്യം കൂടി അറിയുന്നത്. കാണാതെ പോയ ജോഹന്റെ ശരീരത്തിൽ ഒരുപാട് ആഭരണങ്ങൾ ഉണ്ടായിരുന്നു. കയ്യിലൊരു സ്വർണ്ണ ബ്രേസ്ലെറ്റ്, കഴുത്തിലൊരു മാല, വിരലുകളിൽ 2 മോതിരം, അരയിലൊരു വെള്ളി അരഞ്ഞാണം. ഇതോടെ പോലീസിന്റെ ഭയം കൂടി. ഈ ആഭരണങ്ങൾ എടുക്കാൻ ആരെങ്കിലും കുട്ടിയെ അപായപ്പെടുത്തി കാണുമോ എന്ന് പോലീസിന് തോന്നി. ആ ഗ്രാമത്തിലെ എല്ലാ ആൾക്കാരെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. ഓരോ വീടുകളും കയറി ഇറങ്ങി പരിശോധിച്ചു. ആ ഗ്രാമത്തിലെ പ്രധാനികളായ ചിലരെ വിളിച്ചിട്ട് നിങ്ങൾക്കിതിനകത്ത് സംശയമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ പേരുകൾ പറയണമെന്ന് പോലീസ് പറഞ്ഞു. അപ്പോഴാണ് ചില ആൾക്കാർ 4 പേരുകൾ പോലീസിന് കൊടുക്കുന്നത്. ആ 4 പേരെയും പോലീസ് നിരീക്ഷിക്കാൻ തുടങ്ങി. ഇതെല്ലാം പോലീസ് അന്വേഷിക്കുന്നത് പിറ്റേ ദിവസം ശനിയാഴ്ചയാണ്. അതായത് ജോഹനെ കാണാതായത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക്. ആ നിരീക്ഷണത്തിൽ പോലീസിന് നല്ല സംശയം തോന്നിയ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ഫാത്തിമ. പോലീസ് നിരീക്ഷണം തുടങ്ങിയ ആ ശനിയാഴ്ച തന്നെ ഫാത്തിമ ഒരു ജുവലറിയിൽ കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ പണയം വയ്ക്കാൻ കയറി. ഇവർ ആ ജുവലറി വിട്ടുപോയ ശേഷം അവിടെ കയറിയ പോലീസിന് അറിയാൻ കഴിഞ്ഞത് കുറച്ച് ആഭരണങ്ങൾ പണയം വെച്ച് 60,000 രൂപ വാങ്ങിയ ശേഷം
അതിൽ 40,000 രൂപ ഫാത്തിമ ആ ജുവലറിയിലെ ജീവനക്കാരിയായ ഒരു സ്ത്രീക്ക് കൊടുത്തിരുന്നു എന്നാണ്. കാരണം ഇവരിൽ നിന്നും ഫാത്തിമ 40,000 രൂപ നേരത്തെ കടം വാങ്ങിയിരുന്നു. അതാണ് തിരിച്ചു കൊടുത്തത്. പോലീസ് ഈ പണയം വെച്ച ആഭരണങ്ങൾ വീണ്ടെടുത്ത് സിൽജയുടെ മുന്നിൽ കൊണ്ടുവന്ന് കാണിക്കുകയാണ്. സിൽജ കണ്ടപാടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇതെല്ലാം തൻ്റെ കുഞ്ഞണിഞ്ഞിരുന്നതാണെന്ന് പറഞ്ഞു. ഇത് നാട്ടുകാരും കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അവരെല്ലാവരും കൂടി പെട്ടെന്ന് ഫാത്തിമയുടെ വീട്ടിലേക്ക് കയറി എല്ലാം തല്ലിപ്പൊട്ടിക്കാൻ തുടങ്ങി. അങ്ങനെ തല്ലിത്തകർക്കുന്നതിനിടയിൽ മറിഞ്ഞു വീണ ഒരു അലമാര താനെ തുറക്കുകയാണ്. അതിനകത്തു നിന്നും നാട്ടുകാർ ഒരു കാഴ്ച കണ്ട് നടുങ്ങിപ്പോയി. വായിൽ തുണിയൊക്കെ കുത്തിത്തിരുകി ശരീരത്ത് തുണി കൊണ്ട് വരിഞ്ഞു മുറുക്കി കെട്ടിയ നിലയിൽ ജോഹൻ. ഈ ഒരു കാഴ്ച കണ്ട സിൽജ അവിടെ തന്നെ ബോധം കെട്ട് വീണു. ആർക്കും കണ്ടു നിൽക്കാൻ പറ്റാത്തൊരു കാഴ്ചയായിരുന്നു അത്. ഫാത്തിമയെ പ്രകോപിതരായി നിൽക്കുന്ന നാട്ടുകാരുടെ ഇടയിൽ നിന്നും പോലീസ് വളരെ കഷ്ടപ്പെട്ട് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അവിടെ കൊണ്ടുചെന്ന ഫാത്തിമയെ പോലീസ് ചോദ്യം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് പോലീസ് പോലും നടുങ്ങിപ്പോയി. ഇതൊക്കെ ഒരു സ്ത്രീക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നതാണ്. അതിങ്ങനെയാണ് അവർ പറഞ്ഞത്: എൻ്റെ ഭർത്താവ് ഒരു ഇറച്ചിവെട്ടുകാരനാണ്. ഞങ്ങൾക്ക് 2 മക്കളും ഉണ്ട്. ഞങ്ങൾക്ക് ഈ ഇറച്ചിവെട്ട് വരുമാനത്തിൽ ജീവിച്ചു പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ പലരിൽ നിന്നായിട്ട് പണം കടം വാങ്ങിയിട്ടൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. കടം വാങ്ങിയ ആൾക്കാർക്കൊന്നും പറഞ്ഞ സമയത്ത് അത് മടക്കി കൊടുക്കാൻ പറ്റിയില്ല. അത് കാരണം മിക്കവരും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ജുവലറിയിലെ സ്ത്രീകളിൽ നിന്നും പലിശയ്ക്ക് വാങ്ങിയ പണമാണ് അടുത്ത ആഴ്ച തിരിച്ചു വേണമെന്ന് ആ സ്ത്രീ പറഞ്ഞിരുന്നത്. ഇല്ലെങ്കിൽ എൻ്റെ പേരിൽ വലിയൊരു കേസ് കൊടുക്കുമെന്നും അവർ ഭീഷണിപ്പെടുത്തി. അത് കൊടുക്കാൻ ഞാൻ പലരോടും പണം കടം ചോദിച്ചിട്ടു ആരും എന്നെ സഹായിച്ചില്ല. അതിനാലാണ് എൻ്റെ മുന്നിൽ തെളിഞ്ഞ വഴി ഞാൻ നോക്കിയത്. സംഭവം ഇങ്ങനെയാണ്. സിൽജയുടെ തൊട്ടടുത്ത വീടാണ് ഈ ഫാത്തിമയുടേത്. ജോഹൻ എപ്പോഴും സ്വർണ്ണമിട്ടാണ് വീട്ടിൽ നടക്കുന്നതെന്ന് ഫാത്തിമയ്ക്ക് അറിയാം. അതുമാത്രവുമല്ല, ജോഹനും ഫാത്തിമയുമായിട്ട് നല്ല കമ്പനിയാണ്. ഇത് തന്നെ അവർ മുതലെടുത്തു. അങ്ങനെ അന്ന് ഉച്ചയ്ക്ക് വീടിന് വെളിയിൽ കളിച്ചുകൊണ്ടിരുന്ന ജോഹന്റെ അടുത്ത് ചെന്ന് ഫാത്തിമ പഴയതുപോലെ വർത്തമാനം പറയാൻ തുടങ്ങി. വർത്താനം പറഞ്ഞ് അവനെ ആ വീട്ടിലേക്ക് ആ സ്ത്രീ കൂട്ടിക്കൊണ്ടുപോയി. അകത്ത് കൊണ്ടുപോയ ജോഹനെ മടിയിൽ പിടിച്ചിരുത്തി ബിസ്ക്കറ്റൊക്കെ കഴിക്കാൻ കൊടുത്തു. അവനത് കഴിച്ചുകൊണ്ടിരിക്കവേ അവൻ അറിയാതെ ഫാത്തിമ അവൻ്റെ കഴുത്തിൽ നിന്ന് മാല ഊരിയെടുക്കാൻ ശ്രമിച്ചു. എന്നാൽ ജോഹൻ കഴുത്തിൽ കൈവച്ചതും കരയാൻ തുടങ്ങി. എന്നിട്ട് എനിക്ക് വീട്ടിൽ പോകണം എന്നും പറഞ്ഞിട്ട് പോകാനങ്ങ് ശ്രമിച്ചു. ജോഹൻ വീട്ടിൽ പോയാൽ തീർച്ചയായിട്ടും സിൽജയോട് താൻ മാല ഊരിയെടുക്കാൻ ശ്രമിച്ച കാര്യം കുട്ടി പറയുമെന്ന് ഫാത്തിമയ്ക്ക് അറിയാം. ഉടൻ തന്നെ അവൾ ആ കുഞ്ഞിനെ പിടിച്ച് കട്ടിലിലിട്ട ശേഷം അവൻ്റെ വായിൽ അവിടെ കിടന്ന ഒരു തുണിയെടുത്ത് കുത്തി കയറ്റി. അതിനുശേഷം അവൾ കഴുത്ത് പിടിച്ച് ഞെരിക്കുകയാണ്. കുറച്ച് സമയം ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ ജോഹൻ അബോധാവസ്ഥയിലായി. അപ്പോഴും മരിച്ചിട്ടില്ല എന്ന് ഫാത്തിമയ്ക്ക് മനസ്സിലായി. ഒടുവിൽ ഈ സ്ത്രീ ആ ഒരു ബോധം പോയ കിടന്ന കുഞ്ഞിൻ്റെ മുഖത്ത് തലയിണ വെച്ച് അതിന് പുറത്ത് കയറിയിരുന്നു. കുറേ നേരം അങ്ങനെ ആ കുഞ്ഞിൻ്റെ മുഖത്ത് അമർന്നിരുന്നതോടെ അവൻ മരണപ്പെട്ടു. അതിനുശേഷം ആ കുഞ്ഞിൻ്റെ ശരീരത്തിലെ ആഭരണങ്ങൾ ഓരോന്നായിട്ട് ഊരിയെടുത്തിട്ട് ഇവള് മാറ്റി വയ്ക്കുകയാണ്. സ്വന്തം കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഇത് കാണാതിരിക്കാനായിട്ട് അവൾ ജോഹന്റെ ബോഡി കുറെ തുണി കൊണ്ട് വരിഞ്ഞു മുറുക്കി അലമാരയിൽ വെച്ച് പൂട്ടി. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ പുറത്തിറങ്ങി. ആ സമയത്ത് സിൽജ കുഞ്ഞിനെ തിരക്കുന്നത് ഇവർ കാണുകയാണ്. സിൽജ ആദ്യം കുഞ്ഞിനെ തിരക്കി വന്നതും ഫാത്തിമയുടെ വീട്ടിലാണ്. ജോഹനെ തിരഞ്ഞ് ഫാത്തിമയും സിൽജയ്ക്കൊപ്പം കൂടി. ഇതിനിടയ്ക്ക് എന്തോ പന്തികേട് തോന്നിയ അവൾ കുട്ടികൾ ട്യൂഷന് പോയ ശേഷം ജോഹന്റെ ബോഡി അലമാരയിൽ നിന്നും പുറത്തെടുത്ത് അതൊരു ചാക്കിലാക്കി വീടിന് പുറത്തു കൊണ്ടുവന്ന് അലക്കുകല്ലിന്റെ പിറകെ ഒളിപ്പിച്ചു വെച്ചു. അവളുടെ കണക്ക് കൂട്ടലുകൾ ശരിയായിരുന്നു. ആ സമയത്താണ് പോലീസ് ഓരോരുത്തരുടെയും വീടുകൾ കയറിയിറങ്ങി പരിശോധിച്ചത്. അന്ന് രാത്രി ഫാത്തിമയുടെ ഭർത്താവ് ജോലിയും കഴിഞ്ഞ് വീട്ടിലെത്തുകയാണ്. അപ്പോൾ അയാൾ ഗ്രാമത്തിലെ സംഭവമൊക്കെ അറിഞ്ഞിട്ടാണ് വരുന്നത്. അയാൾ ഫാത്തിമയെ വീട് മുഴുവൻ നോക്കിയിട്ടും കണ്ടില്ല. ഫാത്തിമയെ എങ്ങോട്ട് പോയെന്ന് അന്വേഷിച്ച് വീടിന് പിന്നിൽ എത്തിയപ്പോൾ അയാൾ കാണുന്നത് അവൾ അലക്കുകല്ലിൽ പേടിച്ചിരണ്ട് കുത്തിയിരിക്കുന്നതാണ്. അയാളെ കണ്ടതും ഉണ്ടായ കാര്യങ്ങൾ മുഴുവൻ അവൾ പറഞ്ഞു. ഇത് കേട്ട് അയാൾ ഫാത്തിമയെ കുറേ ശകാരിച്ചെങ്കിലും ഒടുവിൽ സംഭവിച്ചത് സംഭവിച്ചു, ഇനി ആരും അറിയാതെ ഇത് ഒതുക്കണമെന്നാണ് അയാളും ചിന്തിച്ചത്. അലക്കുകല്ലിൻ്റെ പിറകിലിരുന്ന ജോഹന്റെ ബോഡി കണ്ട് ശരിക്കും ഇയാളും ഞെട്ടിപ്പോയി.
അതിനായിട്ട് ഈ കുഞ്ഞിൻ്റെ ബോഡി ഒളിപ്പിക്കാനായിട്ട് ഇവർ രാത്രി എല്ലാവരും ഉറങ്ങിയ ശേഷം ഈ ചാക്ക് കൊണ്ട് കടലിലിടാൻ പ്ലാൻ ഇടുകയാണ്. എന്നാൽ അവർക്കതിന് സാധിച്ചില്ല. വെളുക്കുവോളം ഗ്രാമത്തിലെ ആൾക്കാരെല്ലാം ഉറക്കമൊഴിഞ്ഞ് അങ്ങോട്ടിങ്ങോട്ടും ജോഹന് വേണ്ടിയുള്ള തിരച്ചിലായിരുന്നു. പിന്നീട് പഴയതുപോലെ തന്നെ അലമാരകൾ ജോഹനെ വെച്ച് അടച്ചു. അതിനുശേഷമാണ് രാവിലെ ഫാത്തിമ ജുവലറിയിൽ പോകുന്നത്. സ്വർണമാണ് ആ കുഞ്ഞിന് കാലനായി വന്നത്. ഈ ഒരു സങ്കടകരമായ സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.